ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോ വ്ളോഗ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ മാസവും അതിന്റെ മുന്നത്തെ മാസവും ഉള്ള ടോപ്പ് 10 വാഹനങ്ങളുടെ സെയിൽസ് ആണ് പറയുന്നത്. കാറുകളുടെ സെയിൽസ് ആണ് പറയുന്നത്. കഴിഞ്ഞ മാസം ഏപ്രിൽ 2026 10ാം സ്ഥാനം മുതൽ 9, 8 അങ്ങനെ പുറകോട്ടാണ് പോകുന്നത്. 10ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന വാഹനം നമ്മുടെ മഹേന്ദ്രയുടെ സ്കോർപിയോ എൻ, അതുപോലെ സ്കോർപിയോ ക്ലാസിക്, ഈ രണ്ട് വാഹനങ്ങളുടെയും കൂടി വന്നിട്ടുള്ള സെയിലാണ്. കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത് സ്കോർപിയോയ്ക്ക് 14,719 വാഹനങ്ങളാണ്. അതിന് കഴിഞ്ഞ മാസത്തിന് മുന്നേ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ 14,578. അതായത് കഴിഞ്ഞ മാസം ഏകദേശം 200 വാഹനങ്ങളുടെ മുൻപന്തിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു മഹേന്ദ്ര സ്കോർപിയോ എന്നുള്ള വാഹനം. അപ്പൊ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റി ഉണ്ട്. അതുപോലെ ഈ ക്ലാസിക് മഹേന്ദ്ര ആണ് അവരുടെ ഫസ്റ്റ് ചോയ്സിൽ സെയിൽസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ബേസ് മോഡലിന് ചാർജ് വരുന്നത് ഒരു 17 ലക്ഷം രൂപയാണ്. അതായത് ബേസ് മാനുവൽ മോഡലിന്റെ വിലയാണ് പറയുന്നത്. ഓട്ടോമാറ്റിക്കലേക്ക് പോവുകയാണെങ്കിൽ 21 ലക്ഷത്തോളം ആവും. അതുകൊണ്ട് 10ാം സ്ഥാനത്ത് മഹേന്ദ്രയുടെ ക്ലാസിക്, അതുപോലെ സ്കോർപിയോ എൻ ആൻഡ് സ്കോർപിയോ ക്ലാസിക് ആണ്. നമുക്കിനി അടുത്തത് 9th പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഏപ്രിലിൽ വന്നിരിക്കുന്നത് ക്രെറ്റയാണ്. ക്രെറ്റ സാധാരണ ടോപ്പ് 5 എന്തായാലും ഇടം പിടിക്കുന്ന ഒരു SUV ആണ്, കോമ്പാക്ട് SUV ആണ്. സാധാരണ ടോപ്പ് 2 ടോപ്പ് 2ാം സ്ഥാനം മിക്കവാറും തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കൈവരിച്ചിട്ടുണ്ടായിരുന്നു. 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഡിസയർ വരുന്നതിന് മുന്നേ ക്രെറ്റയായിരുന്നു 1ാം സ്ഥാനം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം കഴിഞ്ഞ മാസം 9ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. 15,291 വാഹനങ്ങൾ മാത്രമാണ് വിറ്റത് ക്രെറ്റയുടേതായിട്ട്. ഇനി കഴിഞ്ഞ മാർച്ച് 2026 നോക്കുകയാണെങ്കിൽ 9ാം സ്ഥാനം നമ്മുടെ ഫ്രോങ്സിനാണ്. 15,540 ആണ്. അതായത് മാരുതിയുടെ തന്നെ 6 വാഹനങ്ങൾ ഈ ഒരു ടോപ്പ് 10 ലിസ്റ്റിൽ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ മുന്നത്തെ മാസം നോക്കുകയാണെങ്കിൽ 9ാം സ്ഥാനം ഫ്രോങ്സ് ആണ് വന്നിരിക്കുന്നത്, 15,540 വാഹനം. ഇനി കഴിഞ്ഞ മാസം 8ാമത്തെ സ്ഥാനം സ്വിഫ്റ്റിനാണ് വന്നിരിക്കുന്നത്. സ്വിഫ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട് ടോപ്പ് 10 ലാസ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം അതുപോലെ തന്നെയാണ് സ്വിഫ്റ്റ് 17,829 വാഹനങ്ങളായിട്ടാണ് സ്വിഫ്റ്റിന് വന്നിരിക്കുന്നത്. സ്വിഫ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ 2005 തൊട്ട് നമ്മുടെ നിരത്തുകളിൽ ഓടുന്ന വാഹനമാണ്. ഇന്ത്യക്കാർക്ക് ഒരു ഹാച്ച് ബാക്ക് എന്ന് ആദ്യം പറയുകയാണെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന വാഹനം സ്വിഫ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ മുന്നത്തെ മാസം മാർച്ചിൽ നോക്കുകയാണെങ്കിൽ ബ്രസ്സയാണ്. 16,330 വാഹനമാണ് ബ്രസ്സയാണ് വിറ്റിരിക്കുന്നത്. സ്വിഫ്റ്റ് അല്ല. സ്വിഫ്റ്റിന് പകരം മാരുതിയുടെ തന്നെ ഒരു കോമ്പാക്ട് SUV ആയിട്ടുള്ള ബ്രസ്സയാണ്. ഒറ്റയടിക്ക് ഏത് വാഹനമാണ് കോമ്പാക്ട് SUVയിൽ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബ്രസ്സയാണെന്ന്. കാരണം അത് ഒരു ഓൾറൗണ്ടർ ആയിട്ടാണ് കരുതപ്പെടുന്നത്. കാരണം അത്യാവശ്യത്തിന് സേഫ്റ്റി, അത്യാവശ്യത്തിന് സ്പേസ്, അത്യാവശ്യത്തിന് മൈലേജ്, എല്ലാമുള്ള റീസെയിൽ വാല്യൂ എല്ലാമുള്ള ഒരു ഓൾറൗണ്ടർ വാഹനമായിട്ടാണ് ബ്രസ്സയെ കരുതുന്നത്. ഒരു കാണാനും നല്ല ലുക്കൊക്കെയാണ്. അതാണ് 3ാം സ്ഥാനത്ത് മുന്നത്തെ മാസം. കഴിഞ്ഞ മാസമാണെങ്കിൽ സ്വിഫ്റ്റ് ആണ്. ഇനി 7ാം സ്ഥാനത്ത് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത് നെക്സോൺ ആണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനമാണ് നെക്സോണിൻ്റെത്. കാരണം ടോപ്പ് 4 ലിസ്റ്റിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ നെക്സോൺ. കഴിഞ്ഞ മാസം ഈ വാഹനത്തിന് 7ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. പക്ഷെ 18,126 വാഹനങ്ങൾ ഇവിടെ സെയിൽ ചെയ്തിട്ടുണ്ട്. ഒട്ടും മോശമല്ല. 15,000-ന് മുകളിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നെക്സോണും പഞ്ചും ഒക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നെക്സോൺ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ പഞ്ചിന് മുകളിൽ എപ്പോഴും സ്ഥാനം പിടിക്കുകയാണ്. പക്ഷെ ഈ ഒരു കഴിഞ്ഞ മാസം പഞ്ചാണ് ആ ഒരു സ്ഥാനം നെക്സോണിൽ നിന്നും തട്ടിപ്പറിച്ചിരിക്കുന്നത്. ഇനി കഴിഞ്ഞ മുന്നത്തെ മാസം നോക്കുകയാണെങ്കിൽ 7ാം സ്ഥാനം ബലീനോയ്ക്കാണ്. നമുക്കറിയാം ഫ്രോങ്സും ബലീനോയും ഒരേ പ്ലാറ്റ്ഫോമിൽ വരുന്ന മാരുതിയുടെ വണ്ടികളാണ്. ബലീനോ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഹാച്ച് ബാക്ക് ആണ്. ഈ ബലീനോയുടെ നമ്പർ നോക്കുകയാണെങ്കിൽ 16,392 വാഹനങ്ങളാണ് മാർച്ചിൽ സെയിൽ ചെയ്തിരിക്കുന്നത്. സോ മാർച്ചിൽ 7ാം സ്ഥാനം ബലീനോയ്ക്കാണ്. ഏപ്രിൽ നോക്കുകയാണെങ്കിൽ ആ സ്ഥാനം നെക്സോൺ ആണ്. ഇനി 6ാമത്തെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം അത് ബലീനോ ആണ്. കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം ബലീനോ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ മാസവും 6ാം സ്ഥാനം. അപ്പോൾ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ബലീനോ. 18,306 വാഹനങ്ങളാണ്. ബലീനോ ഒക്കെ ആണെങ്കിൽ ഓരോ മാസവും കുറഞ്ഞും കൂടിയും ഇരിക്കുന്നു. പക്ഷെ ടോപ്പ് 6 അല്ലെങ്കിൽ ടോപ്പ് 7 എപ്പോഴും ഉള്ള വാഹനമാണ് ബലീനോ. 18,306 വാഹനങ്ങളാണ് കഴിഞ്ഞ ഏപ്രിലിൽ ബലീനോനായിട്ട് വിട്ടിരിക്കുന്നത്. ഇനി കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം 6ാം സ്ഥാനം ആർക്കാണ്? വാഗണറാണ്. ഒരു ഫാമിലി പർപ്പസിന് വേണ്ടി ഒരു സാധാരണക്കാരൻ ഒരു 5.5 ലക്ഷം 6 ലക്ഷത്തിന് വേണ്ടി നോക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാഗണറാണ്. ഈ ഒരു 6 ലക്ഷത്തിന് ഒരു ബേസ് മോഡൽ വാഹനം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്പേസ് ഉണ്ട്, മൈലേജ് ഉണ്ട്, ഒരു സാധാരണക്കാരന് ആവശ്യമായിട്ടുള്ള റീസെയിൽ വാല്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടും വാഗണർ മികച്ചു നിൽക്കുന്നു. ഇനി കഴിഞ്ഞ മാസം നോക്കുകയാണെങ്കിൽ അത് വാഗണറാണ്. കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം 6ാം സ്ഥാനമാണെങ്കിൽ കഴിഞ്ഞ സ്ഥാനത്ത് 5ാം സ്ഥാനത്തിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസം.
വാഗണാറിന് 18,648 വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ഓൾ ഇന്ത്യ വിറ്റിരിക്കുന്നത്. അത് ഒട്ടും ചെറിയൊരു നമ്പർ അല്ല. കഴിഞ്ഞതിന്റെ 2025 നമുക്ക് വർഷം എടുക്കുകയാണെങ്കിൽ ടോപ്പ് സെല്ലിംഗ് വാഹനമായിരുന്നു വാഗണാർ എന്നുള്ളത്. ഇനി കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം എടുക്കുകയാണെങ്കിലോ എർട്ടിഗയാണ്. 17,072 വാഹനങ്ങളാണ്. മാരുതിയിൽ ഏറ്റവും സെയിൽ ചെയ്യുന്ന ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളാണ് എർട്ടിഗ എന്നുള്ളത്. കാരണം ഇത് ടാക്സി പർപ്പസിന്, ഇനി ഹോം പർപ്പസിന്, ഫാമിലി പർപ്പസിന്, ഏത് പർപ്പസിനും പറ്റിയ വാഹനമാണ് എർട്ടിഗ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് 5ാം സ്ഥാനത്ത് കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം എർട്ടിഗ വന്നിരിക്കുന്നു. ഈ മാസം സസ്പെൻസ് ആണ് എർട്ടിഗ, അതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി കഴിഞ്ഞ മാസം ഏപ്രിൽ നോക്കുകയാണെങ്കിൽ ഫ്രോങ്സ് 4ാം സ്ഥാനത്താണ്. ഫ്രോങ്സ് ലുക്കിൽ അടിപൊളി വാഹനമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം മൈലേജും ലോങ് ഓടാനുള്ളവർക്കും അത്യാവശ്യം ഒതുങ്ങിയ വാഹനമാണ്. ചെറിയ സ്ഥലത്തൂടെ കൊണ്ടുപോവുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രോങ്സ് ഒരു ഓൾറൗണ്ടർ തന്നെയാണ്. ബ്രസേ പോലെ തന്നെ കഴിഞ്ഞ മാസം 18,829 വാഹനങ്ങളാണ് ഫ്രോങ്സിൻ്റെതായി വിറ്റിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് മുന്നത്തെ മാസമാണെങ്കിലോ ക്രെറ്റയായിരുന്നു. പക്ഷെ ഈ മാസം ക്രെറ്റയുടെ സെയിൽ വല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. ക്രെറ്റ 17,838 വാഹനങ്ങളാണ് കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം വിറ്റിരുന്നത്. അപ്പൊ ക്രെറ്റ ഇലക്ട്രിക് വന്നിട്ടും ക്രെറ്റയ്ക്ക് അത്ര ഇങ്ങോട്ട് ഒരു സെയിൽ വരുന്നില്ല. ക്രെറ്റ ഇലക്ട്രിക് വരുന്നതിന് മുന്നേ 1ാം സ്ഥാനം ഉണ്ടായിരുന്ന വണ്ടി ഇപ്പോൾ വീണ്ടും താഴോട്ട് പോയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 9ാം സ്ഥാനത്താണെന്ന് ഓർക്കുക. ഇനി കഴിഞ്ഞ മാസം 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എർട്ടിഗയാണ്. 19,063 വാഹനങ്ങളാണ് ആ എർട്ടിഗയുടെ ആയിട്ടുള്ളത്. 10 ലക്ഷത്തിന് ബേസ് മോഡൽ കിട്ടുന്ന എർട്ടിഗ. ഒരുപാട് ആ ഒരു വിലയ്ക്ക് ഇത്രയും വലിയൊരു വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് മാരുതിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 3ാം സ്ഥാനത്ത് എർട്ടിഗയാണ് 19,063. ഇനി കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം നെക്സോൺ എത്ര ഉണ്ടായിരുന്നു? 19,810. അതായത് 20,000-ത്തിന് അടുത്ത് സെയിൽ വന്ന വാഹനമാണ് കഴിഞ്ഞ മാസം ഇത്രയധികം പുറകോട്ട് പോയത്. അപ്പൊ നെക്സോൺ 19,810. നമ്മുടെ ഇന്ത്യക്കാരെ സേഫ്റ്റി പഠിപ്പിച്ച ഇന്ത്യയുടേതായിട്ടുള്ള വാഹനം നെക്സോൺ ആണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ സേഫ്റ്റി ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കഴിഞ്ഞ മാസം നമ്മുടെ പഞ്ച് 19,107 വാഹനം. നമ്മുടെ ഡിസയർ 1ാം സ്ഥാനമാണെങ്കിലും ഈ പഞ്ച് എന്നുള്ള സംഭവം വാഹനം 5 സ്റ്റാർ സേഫ്റ്റി, അതുപോലെ ഇന്ത്യക്കാർക്ക് ഒരു 6.5 ലക്ഷത്തിന് ഇത്രയും സേഫ്റ്റി ഉള്ള സ്റ്റഡി ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഉള്ള ഒരു വാഹനം 6.5 ലക്ഷത്തിന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ, പഞ്ച് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ 19,107 വാഹനമാണ് സാധാരണക്കാരനെ സേഫ്റ്റി ആഗ്രഹിക്കുന്ന ആളുകൾ പോയി എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം പഞ്ചാണ്. അതിന്റെ മുന്നത്തെ മാസവും പഞ്ചായിരുന്നു. 20,977 വാഹനം. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് സെയിൽ പോകുന്ന ടാറ്റയുടെ ഒരു വാഹനമാണ് പഞ്ച്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു. പഞ്ചും നെക്സോണുമാണ് ടാറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന 2 വാഹനം. ഇനി 1ാം സ്ഥാനത്ത് നിങ്ങൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, അത് മാരുതി സുസുക്കി ഡിസയർ തന്നെയാണ്. കുറച്ച് വർഷങ്ങൾ മാത്രമായിട്ടുള്ള പുതിയ ഡിസയറിന്റെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 23,580 വാഹനം. നമുക്ക് ഉറപ്പാണ് 2026 ടോപ്പ് സെല്ലിംഗ് വണ്ടി നോക്കുകയാണെങ്കിൽ അത് ഡിസയർ തന്നെയായിരിക്കും. കാരണം എല്ലാ മാസവും ഇതിന് 1ാം സ്ഥാനമാണ്. അപ്പം ടോട്ടൽ വർഷം എടുക്കുകയാണെങ്കിലും അത് ഡിസയർ തന്നെയാണ്. ഡിസയർ ഇറങ്ങിയ മുതൽ ഇന്ത്യയിൽ ആകമാനം 30 ലക്ഷത്തോളം ഡിസയർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ ഡിസയർ കഴിഞ്ഞ മുന്നത്തെ മാസം നോക്കുകയാണെങ്കിൽ ഡിസയർ ആണ് 21,224 വാഹനം. സോ മാരുതിയുടെ 6 വാഹനങ്ങൾ, ടാറ്റയുടെ 2 വാഹനങ്ങൾ, 2 വാഹനം മതി ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഹ്യൂണ്ടായുടെ 1 വാഹനം, ഹ്യൂണ്ടായുടെ സെയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ മഹേന്ദ്രയുടെ 1 വാഹനം. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ടോപ്പ് 10 വണ്ടികൾ. സോ നമ്മുടെ ഈ ചാനൽ കഴിയുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.